കണ്ട ഈ വവ്വാക്കാവ് ഈ ഭാഗത്ത് ആറൊരു പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചവറയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചയാണ്. ഇന്ന് നമ്മളെ വീഡിയോ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഓച്ചിറ വരെയുള്ള നിർമ്മാണ കാഴ്ചകളാണ്. കരുനാഗപ്പള്ളിയിൽ വരുന്ന അണ്ടർ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി. നമുക്ക് ഇവിടുന്ന് നേരെ ഓച്ചിറ വരെ പോവാം. കരുനാഗപ്പള്ളി വരുന്ന ഫ്ലൈ ഓവറിൻ്റെ പിയർ പൈലിംഗ് വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഒരേ സമയം ഒരുപാട് സ്ഥലത്ത് പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം കരുനാഗപ്പള്ളി ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ പണി നടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കരുനാഗപ്പള്ളി, ഈ ഓച്ചിറ ഭാഗത്തെ ഭാഗം. അപ്പോൾ ഇപ്പോൾ പണികൾ എവിടം വരെ ആയി എന്നാണ് നമ്മൾക്ക് നോക്കാൻ തോന്നുന്നത്. തുടക്ക സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഓച്ചിറ കരുനാഗപ്പള്ളി ഭാഗത്തെ നിർമ്മാണം, റോഡ് നിർമ്മാണം. കരുനാഗപ്പള്ളി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ, കരുനാഗപ്പള്ളി ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം പുതിയ റോഡിൽ കൂടിയാണ് കേട്ടോ. പുതിയ റോഡിൽ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഈ 3 വരി പാതയുടെ 6 വരി പാതയിൽ ഒരു ഭാഗം 3 വരി പാത ഇവിടെ ഫസ്റ്റ് ലെയർ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ ഇവിടെ ക്രാഷ് ബാരിയർ പൂർത്തിയായിട്ടുണ്ട്. ഇതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തിവിടുന്നത്. വൺ സൈഡ് സർവീസ് റോഡിൻ്റെ നിർമ്മാണമൊന്നും സർവീസ് റോഡിൽ നിന്നും ടാറിങ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അവിടെ മെറ്റിലൊക്കെ കൊണ്ട് ഗ്രാവലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ടാറിങ് പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് പുതിയ റോഡിൽ കൂടെയാണ് കേട്ടോ. 6 വരി പാതയുടെ ഏകദേശം ഒരു 3 വരി പാതയോളം ഇപ്പം ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് ദൂരത്തേക്കാണ് ഈ ഭാഗം വരെ. ഇനി ഇവിടെയും ഉടനെ തന്നെ ടാറിങ് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ മെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ റോഡ് ആണ് കേട്ടോ. പുതിയ ടാറിങ്ങൊക്കെ ചെയ്തിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഓക്കെ, നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്കുകൾ കുഴപ്പമില്ലാത്ത വേഗതയിലാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ഉടനെ ടാറിങ് പൂർത്തിയായിരിക്കും കേട്ടോ. ഗ്രാവലെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്, ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ടാറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കേട്ടോ നല്ല പണി നടക്കുന്നുണ്ട്. കാവനാടുന്ന് കരുനാഗപ്പള്ളി വരെയുള്ള റോഡ് പണി കാഴ്ചകൾ ഇതിന് മുമ്പത്തെ 2 വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നില്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ വർക്കുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ച വീഡിയോസ് കാണണമെങ്കിൽ ചാനലിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മളിപ്പം കരുനാഗപ്പള്ളി ടൗൺ കഴിഞ്ഞിട്ട് ഏകദേശം പുതിയകാവിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ താജ്മഹൽ മോഡൽ പള്ളി, അതിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് റോഡ് നിർമ്മാണം വലിയ രീതിയിൽ പണിയൊക്കെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഈ ഭാഗത്തിന് ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റാൻ ഒരുപാടുണ്ട് ബാക്കി. ലെഫ്റ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റാൻ ബാക്കിയുണ്ട്. പുതിയ പോസ്റ്റൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിലും ലൈൻ മാറ്റി സ്ഥാപിച്ചിട്ടില്ല. കരുനാഗപ്പള്ളി ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വവ്വാക്കാവിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇത് വലിയൊരു അണ്ടർപാസ്സാണ്. അപ്പം ഈ ഇടയ്ക്ക് പണി തുടങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പം
ഒരു ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ പണി ഇത്രയും പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ഹൈറ്റും വീതിയും ഒക്കെ ഉള്ളതാണ്. കേട്ടോ, അതിൻ്റെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. പുതിയ കാവില്ല, വവാകാവല്ല, പുതിയ കാവ്. പുതിയ കാവ് ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുമ്പോട്ട് ഇവിടെ മണ്ണൊക്കെ കൊണ്ടിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് സൈഡും ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് സൈഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പുതിയ ലൈൻ വലിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിച്ച് വർക്കുകൾ നേരത്തെ പ്രദേശായതിനെ കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയകാവ് ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പുതിയ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3 വരി പാതയുള്ള ദൂരത്തോളം പുതിയ റോഡ് ടാർ ചെയ്ത് രണ്ട് സൈഡിലെ വാഹനങ്ങൾ ഇതുവഴിയാണ് കടത്തി വിടുന്നത് കേട്ടോ. ഇത് പുതിയ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ലെയർ ടാറിംഗ് ആണ് പൂർത്തിയായത് കേട്ടോ. ഇവിടെ ഇടത് സൈഡ് ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണി ഇത്രത്തോളം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടില്ല. സർവീസ് റോഡ് ഈ ഗ്രാവലെ കൊണ്ട് ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ടാറിങ് തുടങ്ങിയിട്ടില്ല സർവീസ് റോഡ്. മറു സൈഡിലെ റോഡ് ഉടനെ ടാറിങ് പണി തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അവിടെ ഈ മെറ്റിലൊക്കെ കൊണ്ട് ഉറപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് അടിപൊളിയായിട്ട് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള ടാറിങ് ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും. അടിപൊളി. അപ്പോൾ ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ ഇനി പണി പൂർത്തിയാവും കേട്ടോ. കണ്ടോ, ഇവിടെ വന്നപ്പോൾ അപ്പുറ സൈഡിലും ഇതേപോലെ തന്നെ ടാറിങ് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 6 വരി പാതയുടെയും ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ട് വേണമെങ്കിൽ പറയാം. സർവീസ് റോഡിൻ്റെ പണിയൊന്നും ആയില്ല. ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണിയൊന്നും ആയില്ല. വാവ്, നമ്മൾ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ വർക്ക് നമ്മൾ കാവനാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത വർക്ക് പുരോഗമിച്ചായിട്ട് കാണാൻ സാധിക്കുന്നത് കരുനാഗപ്പള്ളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക സ്ഥലത്ത് ഇതേപോലെ തന്നെ കുറേ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ ടാറിങ് പണി പൂർത്തിയായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ് പണി പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി പുത്തൻതെരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും പുതിയ റോഡ് ടാർ ചെയ്ത ഭാഗത്തേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെയും ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പുതിയ റോഡ് ടാർ ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് എത്രത്തോളം 6 വരി പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് എത്രത്തോളം പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
ഭാഗത്തൊക്കെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കരുനാഗപ്പള്ളി ഓച്ചിറ ഭാഗത്ത് നല്ല രീതിയിൽ വർക്കുകൾ പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും പുതിയ റോഡ് ടാർ ചെയ്ത ഭാഗത്തേക്ക് കയറുകയാണ്. ഇതിപ്പോൾ വവ്വാക്കാവ് ഭാഗത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് റോഡ് പണി റോഡ് പണി കാഴ്ച എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വവ്വാക്കാവ് ഈ ഭാഗത്ത് 6 വരി പാതയുടെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഡിവൈഡർ വരും. സർവീസ് റോഡിൻ്റെ പണി ഒന്നും ആയിട്ടില്ല, മെറ്റിൽ കൊണ്ടിട്ട് ഉറപ്പിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒരുപാട് ദൂരത്തേക്ക്. ഈ ഭാഗത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാവ്, അടിപൊളി. കൊല്ലം ജില്ലയിലെ ഈ റോഡ് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് നടന്നൊരു പ്രദേശമായിരുന്നു ഈ കരുനാഗപ്പള്ളി ഓച്ചിറ ഭാഗത്തെ നിർമ്മാണം. ഇപ്പോൾ നമ്മൾ ചങ്ങംകുളങ്ങര എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. 2 ഭാഗത്തെ നിർമ്മാണം ഇവിടുത്തെ അണ്ടർപാസ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു അണ്ടർപാസ്സാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് റോഡ് വഴിയാണ് നടന്നു പോകുന്നത് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ കുളങ്ങര ഭാഗത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കുറേ ദൂരത്തേക്ക് ഇതേപോലെ കുറച്ച് ഭാഗത്ത് ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കേട്ടോ. ഭയങ്കര പൊടി കേട്ടോ. പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 പൊടി. അപ്പോൾ നമ്മൾ നിലവിലുള്ള പഴയ റോഡിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ കേട്ടോ ഇതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ദൂരത്തേക്ക് ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട്. ഓച്ചിറയിൽ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ ഭാഗത്തേയും കൂടെ കാഴ്ച കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഓച്ചിറ വരുന്ന അണ്ടർപാസ്സാണ്. അത്യാവശ്യം വലിയ ഒരു അണ്ടർപാസ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബൈ.